വൃത്തികെട്ട രീതിയിലുള്ള ബാഡ് മീനിങ് കിടക്കണേ. ഞാൻ ഇവരൊക്കെ പറയണില്ലേ എന്താണ് വയലൻസ് 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 പറഞ്ഞ പറയണില്ലേ? ഇതൊക്കെ വയലൻസ് അല്ല, വയലൻസിന്റെ അപ്പം വരെ ആയി പോകുന്ന വിഷയം. ഈ സത്യം അറിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം. നമസ്കാരം. എന്തുവാടാ ഇത്? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുളന്നുകൊണ്ടുന്ന ഒരു സ്വഭാവം കാണിക്കും. നാറ്റക്കേസല്ലേ? നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്നും തോന്നുന്നില്ലേ? ഇങ്ങനെ ഒരു നാറിയ കുടുംബം എന്ന് തന്നെ എനിക്കത് വിശേഷിപ്പിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതെങ്കിൽ. കാരണം അമ്മാതിരി നാറിയ പരിപാടിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ മോൾക്കെതിരെ, മോള് അമ്മയ്ക്കെതിരെ, അമ്മയും മോളും അങ്ങനെ ഇങ്ങനെ, അമ്മയും അച്ഛനും കൂടി മക്കൾക്കെതിരെ, മക്കളെല്ലാം കൂടി മരുമക്കൾക്കെതിരെ. എന്തുവാടാ ഇത്? കുടുംബം ഇത്? ഇതാണോ കുടുംബം? ഇങ്ങനെയാണോ കുടുംബം ഇരിക്കുന്നത്? എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഡെയിലി ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് ഇവർ കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോൾ. അപ്പം നിങ്ങളൊക്കെ പറയും നീ കണ്ടന്റ് അല്ലടാ ഉണ്ടാക്കുന്നത് ഇതെടുത്ത് വെച്ച്. ഇതൊക്കെ കണ്ടിട്ട് 10 പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം വേണ്ടേ? എനിക്ക് അങ്ങനെ അത്ര ബാഡ് ഫീലാണ് തോന്നുന്നത്, അത്ര ബാഡ് ഫീല്. നിങ്ങൾ കളിച്ച് കുടുംബത്തിൻ്റെ കുളം തോണ്ടി കളിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പൊന്നൂസാലും കുഞ്ഞൂസാലും കിഞ്ഞൂസാലും എല്ലാ കന്നൂസും അങ്ങോട്ടും ഇങ്ങോട്ടും കുളം തോണ്ടി കളിക്കുകയാണ്. ഇമാതിരി ഒരു അപരാധം കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയസ്ലി കളിച്ച് ഇത് ഏത് ലെവലിലെത്തിയെന്നറിയാമോ ഈ കളി? പുച്ഛം മാത്രം, അതിൻ്റെ അപ്പുറം എനിക്ക് നിങ്ങളടുത്ത് ഒന്നും പറയാനില്ല. ലേറ്റസ്റ്റ് ആയിട്ട് പൊന്നൂസ് അതൊക്കെ ചാറ്റും ഉണ്ട് പുറത്തു വിടുന്നു. ആ നന്ദനക്കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ചാറ്റ് എന്ന് പറഞ്ഞു, അവൻ്റെ തനിക്കൊണം കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റും ഉണ്ട് പുറത്തു വിടുന്നു. ഇതെന്തോടാ കാണിക്കുന്നത്? എനിക്ക് അങ്ങോട്ട് ഒന്നും പിടിയിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? അഞ്ജനാലും കുമാർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ടുള്ള ചാറ്റാണ്. അതും മറ്റവൻ്റെ നന്ദനയുടെ ഹസ്ബൻഡിൻ്റെ ചാറ്റ്. അവൻ പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു. പ്രേമിച്ചിരുന്നതായിരിക്കാം ഒരു പക്ഷേ, എനിക്ക് അറിയത്തില്ല. വോട്ടവർ അവൻ പ്രേമിച്ചിരുന്നതാണോ എന്താണോ, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നന്ദനയുടെ ഹസ്ബൻഡാണ് ആ വ്യക്തി. നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ്. നിങ്ങൾ തന്നെ അവനെ ഇട്ട് നാറ്റിക്കുന്നു. എനിക്കതിൻ്റെ ആ ഒരു എത്തിക്സ് പിടികിട്ടുന്നില്ല. എങ്ങനെ തോന്നുന്നു ഇങ്ങനെ കുടുംബത്തിലുള്ളവനെ തന്നെ ചെളിവാരി അടിച്ച് നാറ്റിച്ച് നാറാണത്താക്കിക്കൊണ്ടിരിക്കുക? അതിൻ്റെ ഒരു മാനസികാവസ്ഥ ദയവ് ഇതെനിക്കൊന്ന് അറിയാമെങ്കിൽ പറഞ്ഞതാ. സീരിയസ്ലി എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്തൊക്കെ പ്രശ്നം നമ്മളെ കുടുംബത്തിൻ്റെ അകത്ത് വന്നാലും വെളിയിൽ ഒറ്റ മനുഷ്യൻ അറിയരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഉപയോഗമുണ്ട്, പഴയ വീഡിയോസിനേക്കാളും നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് വരാൻ പറ്റും. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ പൊന്നൂസ് കുട്ടി ഒരു ചാറ്റ് വിട്ടിട്ടുണ്ട്. ആ ചാറ്റ് ഞാനിവിടെ സൈഡിലൊന്നും കൊടുക്കാം. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. നീ വല്ലതും ചെയ്താ അത് ആ ഡ്രസ്സിൻ്റെ ആണല്ലേ? ഞാൻ കരുതി ഒന്നും ഇല്ലെന്ന്. ഇപ്പം മനസ്സിലായ നല്ലോണം ഉണ്ടെന്ന്. ചേട്ടോ എന്തോ മിന്നായം പോലെ കണ്ടു. എന്തോ മിന്നായം പോലെ കണ്ടു. 2-3 ടൈംസ് ഇപ്പോഴത്താണ് ഞാൻ നോക്കിയത്. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ആ വോയിസും കൂടി ഒന്ന് കേൾപ്പിച്ചാൽ കൊള്ളാൻ. പൊന്നൂസ് കുട്ടി അഞ്ജന കുട്ടി ആ വോയിസും കൂടി ഒന്ന് കേൾപ്പിച്ചാൽ കൊള്ളായിരുന്നു. ഇത്രയൊക്കെ ആയില്ല, ഇനി ആ വോയിസും കൂടി കേൾപ്പിര്. എൻ്റെ പൊന്നു മക്കളെ, എനിക്കറിയാൻ പാടില്ല നീയൊക്കെ കളിച്ച് ഇത് എന്ത് ലെവലിൽ കളി കളിക്കണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡാ. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നാട്ടുകാരെ മുമ്പിൽ ഇട്ട് ഇങ്ങനെ നാറ്റിച്ച് കഴിഞ്ഞാൽ നാറി ഒരു കോലത്തിലാവും. അമ്മാതിരി അപരാധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. സ്വയമേ തന്നെ കുത്തി ചെളിവാരി കോരിയടിച്ച് ഇങ്ങനെ നാറുന്നതിനും വേണം ഒരു അന്തസ്സല്ലേ? എന്തായാലും അച്ഛനും അമ്മയും വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പുറത്ത് അവർ വരുന്നു, ഇപ്പുറത്ത് അവർ വരുന്നു, അപ്പുറത്ത് അവർ വരുന്നു. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സുഖമാണ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, കുടുംബം നാളെ നിങ്ങളുടെ പേരക്കുട്ടികളും കൊച്ചുമക്കളും മക്കളും എല്ലാം ഇത് കാണുന്നതാണ്. അവരെല്ലാം ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. നാളെ അവർ സ്കൂളുകളിൽ പോകുമ്പോഴും ഓരോ പബ്ലിക് പ്ലേസുകളിൽ പോകുമ്പോഴും നാട്ടുകാർ വിലയിരുത്തും. ഈ ലെവലിലേ വിലയിരുത്തത്തുള്ളൂ, അത്രയും തരം താഴ്ന്ന ലെവലിൽ. അത് സ്വയമേ മനസ്സിലാക്കി ചിന്തിച്ച് പെരുമാറാൻ പഠിക്കുക. അല്ലെങ്കിൽ നാറി നത്തം കൊട്ടി ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയുണ്ടാവും. അതിൽ പകരം ഞാൻ ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞേട്ടെ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മൂന്നാർ പോയെന്ന് ഒരു കള്ളം കയറിണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അതുകൊണ്ടായിട്ടൊന്നും അതിലൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഒരു ബാഗ് ഇവിടെ അകത്ത് വെച്ചിട്ട് മറന്നിട്ട് വീണ്ടും തുറന്നിട്ട് ആ ബാഗ് എടുക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. അതൊക്കെ വ്യക്തതയാണ്, ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോൺ കൊടുക്കാൻ വന്നിട്ട് ഒറ്റയ്ക്ക വന്ന്
ഫോൺ മേടിക്കാൻ ഇവിടെ കൊടുത്തു വന്നപ്പോ രണ്ടാള് കൂട്ട വന്നു. അതായത് ഫോൺ തന്നത് 3-ാമത്തെ ദിവസമാണ് ഞാൻ ഈ ഫോൺ ഞാൻ മേടിച്ച് വെച്ചതാട്ടാ. ഈ ഫോണല്ല, പൊന്നിന്റെ ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. പൊന്നിന്റെ ഈ വേണ്ടതും വേണ്ടതും ഇവിടുന്ന് കുറെ അങ്ങോട്ട് അവിടത്തെ കുറെ കെട്ടുപാടങ്ങൾ ഇവിടുന്ന് നമ്മൾ ഈ ഫോണിലുണ്ടല്ലോ നീ സംസാരിക്കുന്നത്. ഞാൻ പൊന്നിന്റെ ഫോൺ പൊന്നിനെ കണ്ടു. പിന്നെ അവളുടെ ഫോൺ യൂസ് ചെയ്ത് ഞാനാണ് മേടിച്ചപ്പോൾ അവൾ എന്നോട് അഹങ്കാരത്തിൽ പറയാം എനിക്ക് എത്തേണ്ട ഫോണൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഓൾറെഡി ഫോൺ കൊണ്ടുവരാപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇനി അടുത്തത് പറയാം. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, നമ്മളിനി ഒന്നും പറയണില്ല. എന്നോട് തെച്ച് കാണും. അല്ല പറയേണ്ടി വന്നാൽ പറയും. എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് അധികം സമയമില്ല. ജോലി ഇല്ലാത്ത ഒരാളാണ്, നമുക്ക് ജോലി ഇല്ലാത്ത ഒരാളാണ്. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി തുടങ്ങി പിന്നെ പേടിയൊക്കെ മാറും. പിന്നെ അവർക്ക് എന്തായാലും ഇപ്പൊ ജോലിക്ക് പോകാൻ സമയം കിട്ടില്ല. എന്താ വെച്ചാൽ ഇതിന്റെ പിന്നാലെയാണ്. നമുക്കിപ്പോ ഉള്ള ജോലിയായിട്ട് നമ്മൾ നീങ്ങാണ്. നമ്മുടെ ജോലി ഇപ്പൊ ഈ തൽക്കാലം യൂട്യൂബ് ചാനലും കാര്യങ്ങളും തന്നെ ഉള്ള കാര്യം പറയാൻ. നീ എന്നെ എത്ര പ്രാവശ്യം നിന്റെ ഭാര്യയോടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം റെസ്റ്റോറൻറ്റ് മുമ്പ് ഞാൻ എൻ്റെ അച്ഛനായിട്ട് തീരെ എടുപ്പില്ല, മിണ്ടാറില്ല, വിളിക്കാറില്ല. അപ്പോൾ ഞാനല്ലാതെ നീ വിളിക്കാം. ജനുവരി 2-ാം തീയതി ഒരു 10-11 മണി സമയത്ത് നീ ഞങ്ങളോട് പറഞ്ഞ കാര്യമുള്ളൂ. ആ ചെക്കനയുടെ CCTV വോയിസും കൂടി കിട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് തപ്പി നോക്കട്ടെ അത് കിട്ടുമെന്ന്. നീ പറഞ്ഞ ആ വാക്കുകൾ കറക്റ്റ്. എന്തിനാ നോണ പറയണത്? നിന്നെ പുറത്താക്കിയത് ഞങ്ങളല്ല പറഞ്ഞു. നിന്റെ അമ്മയും നീ എൻഗേജ്മെന്റ് ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ടേ അധികാരമുള്ള 2 വ്യക്തികളാണ് ഞങ്ങളോടാണ്. നിന്നെ വീട്ടിൽ നിന്ന് പ്രശ്നമാക്കിയിട്ട് പുറത്തേക്കാക്കി, വീട്ടുകാരെല്ലാവരും പുറത്താക്കി. എന്നിട്ട് ഏതോ അമ്മായിയുടെ 2 മക്കളാ, വല്യച്ഛൻ്റെ ഒരു 2 മക്കളാ, ഏതോ ഒരു 2 മക്കളുണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു ചേച്ചിയോടെയാണ് പോയി നിന്നിരുന്നത്. ആ ചേച്ചി കുറച്ച് കാശ് സഹായിച്ചു. ആ ചേച്ചി ചേച്ചിയല്ല സഹായിച്ചു, അതൊരു കൂട്ടുകാരി പണ വയ്ക്കാൻ കാശ് തന്നു. അത് വേറെ. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നിയത്? ഉറപ്പായിട്ട് താഴെ കമന്റ് ഉണ്ടോ? മറക്കുകയേ ചെയ്യരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കേട്ടിട്ട് എന്താണ് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറയട്ടെ. അതായത് ഇവരെന്തുകൊണ്ടാണ് ആ പയ്യനെ അക്സെപ്റ്റ് ചെയ്യാത്തത്? ഇവർ മൂന്നാറെങ്ങാണ്ട് പോയ സമയത്ത് അവനെങ്ങാണ്ട് വീട്ടിൽ വന്നിരുന്നു, ഒരു കള്ളം കയറിയെന്ന് പറഞ്ഞില്ലേ, അത് അവനെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതാവാനാണ് ചാൻസ് ഒരു 99.9. നാളെ ഇവരൊന്ന് മാറ്റി പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു 0.9 കുറച്ചിട്ടത്. അതുകൊണ്ട് എന്തൊക്കെയോ നല്ല വളഞ്ഞ കാര്യങ്ങൾ ഇവർ അറിയാത്തതും ആ പെൺകുട്ടിക്ക് അവനെ വിട്ട് പോകാൻ പറ്റാത്തതൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇവരുടെ സംസാര രീതിയിൽ നിന്ന് എനിക്ക് പിടികിട്ടിയതാണ്. എന്തായാലും എൻ്റെ പൊന്നു മക്കളെ നിങ്ങളെല്ലാവരും മനസ്സിലാക്ക്, ഇപ്പോൾ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കാൻ നാണമില്ലേ? നാണം എന്ന് പറയുന്ന സാധനത്തിൻ്റെ അർത്ഥം അറിയത്തില്ലേ നിങ്ങൾക്ക് ആർക്കും? എനിക്കതാണ് ചോദിക്കാനുള്ളത്. അമ്മാതിരി നാണം കെട്ട പരിപാടിയും അമ്മാതിരി നാണം കെട്ട വർത്തമാനമാണ് ഓരോന്നും മന്ദിരം തുപ്പുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്, ഞാൻ എന്തോ വലിയ കടന്ന് കുരയ്ക്കണമെന്ന്. അല്ലടേ, ഉള്ളത് കാണുമ്പോൾ കണ്ടതുപോലെ പറയാൻ തോന്നും എനിക്ക്. അമ്മാതിരി നാരെ പരിപാടിയും നാരെ വർത്തമാനമല്ലേ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയാണ്, അത് മനസ്സിലാക്ക്. നാളെ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണ്. ഈ ചിന്താഗതിയൊന്നും ഇല്ല അല്ലേ? ആ ചിന്താഗതി ഉണ്ടായിരുന്ന ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഈ സത്യം അറിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല, 2-ാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്നറിഞ്ഞപ്പോൾ 2 അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മിസ്സിങ് കേസ് കണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ ആ വ്യക്തി മിസ്സിങ് ആയപ്പോൾ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ എന്താ സംഭവിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 1 കഴിഞ്ഞു 2 കഴിഞ്ഞപ്പോൾ ക്ഷമ ഒരച്ഛനായിരിക്കും ആ മനുഷ്യൻ്റെ ക്ഷമ കേട്ടു. 2 അടി അടിച്ചു. 2 അടി അടിച്ചു. സ്റ്റേഷനിൽ CIയോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്നെ സ്വമേധ കേസ് എടുക്കുകയാണെങ്കിൽ, എന്നെ തൂക്കി കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്ര ഉപകാരം ഉണ്ടായിരിക്കും. ഇത് ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. നാട്ടുകാരെ കാണാൻ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളമ്പുന്നത്. സത്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് ഇവർ കോൺഫറൻസ് ഇട്ട് സംസാരിക്കേണ്ട പ്രശ്നമാണ്. അതാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. കൊള്ളാം കേട്ടോ, എന്തായാലും സൂപ്പർ, നല്ല പരിപാടി. കാണുന്ന ആൾക്കാർക്ക് സൂപ്പറാണ്, നമുക്ക് അടിപൊളിയാണ്, നമുക്ക് കണ്ടന്റ്, ബാക്കിയുള്ള ജനങ്ങൾക്ക് അവർക്കൊരു എന്റർടൈൻമെന്റ്. സൂപ്പർ, മൊത്തത്തിൽ സൂപ്പർ. ഒരു കുടുംബത്തിൽ നടക്കുന്നത് അടികെട്ട് സന്തോഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ നാണമില്ല നിങ്ങൾക്കൊന്നും? എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛൊന്നോ. നാളെ നിങ്ങൾക്ക് പുറത്തൊന്നും ഇറങ്ങണ്ടേ? ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ മാത്രം വെച്ചോണ്ടിരുന്നാ മതിയോ? പുറത്തിറങ്ങി നടക്കണ്ടേ ആർക്കും? ആ ചിന്തയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ വീടിന്റെ നികുതി അടച്ച കലാസ് നമ്മുടെ പെട്ടിയിൽ അമ്മ ജാമ്യത്തിൽ ഇറക്കിയോളാം കേട്ടാ, വിഷമിക്കേണ്ട. ധൈര്യമായിട്ട് പുറത്തേക്ക് കാണിച്ചോ, ഒരു വിഷയമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. പക്ഷെ അമ്മ അച്ഛൻ ഇതുമ്മേ മാത്രമാണ് പറഞ്ഞ് നിർത്തണേ എന്ന് മാത്രം.
ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോണില്ല. പല വീഡിയോകളും ഞാൻ എടുത്ത് വെച്ചു. അവർ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോ, എനിക്കൊന്ന് എത്ര മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്? ഇന്നലെ ശരിക്കും 2 വീഡിയോ 2.5 മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യണവര് വീണ്ടും വീണ്ടും പറയണം, നിങ്ങൾ അവരുടെ അന്ത്യം ആവരുത്. വേണ്ട, നിങ്ങൾ ഇനി ഇവിടുന്ന് വീഡിയോ ഇടും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോ ഇടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ അനുയായിട്ടിന് അതെ അതെ അതെ, നിങ്ങൾ സത്യസന്ധരാണ്, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു ഗൈസ്. എന്തായാലും നിങ്ങൾ ഇനിയും തുടർന്ന് വീഡിയോ ഇട്ടോ, അല്ലേ? അതല്ല അതിൻ്റെ ശരി. ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവട്ടെ. ഈ സീരിയൽ കണക്കിന്, ഇത് എപ്പിസോഡ് കണക്കിന് ഇങ്ങനെ നീണ്ടു പോകുന്നത് കാണുമ്പോൾ ഒരു സുഖം, അല്ല ഒരു മനസുഖം. നിങ്ങൾക്കൊരു കണ്ടന്റുമായി നല്ല എമൗണ്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ട് മുന്നോട്ട് പോകാൻ നോക്കൂ. പൊന്നൂസിനാണെങ്കിൽ നല്ല റീച്ചും ഉണ്ടായിരുന്നു. ഈ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ പൊന്നൂസിന് നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ അടിപൊളിയാണ്. നിങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഇതൊരു ജാളിയായിട്ട് അങ്ങോട്ട് ജാളിയ ജിംഖാന എന്ന് പറയുന്ന പോലെ അടിപൊളിയായിട്ട് ചിരിച്ചു കളിച്ച് പോകാൻ നോക്കി. ഇതൊക്കെ ഒരു അരവായിട്ട് അങ്ങ് ഏറ്റെടു. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ, എന്ത് ചെയ്യാൻ? നാളെ ഇതിനൊന്നും പുറത്തിറങ്ങി നടക്കണ്ടേന്നാണ് ആലോചിക്കുന്നത്. നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിക്കോ, ഈ പയ്യനും ഈ കുടുംബം എല്ലാം ഒന്നിക്കും. സഹകുടുംബം ശ്യാമള പോലെ എല്ലാവരും ഒന്നിക്കും. അന്ന് നിങ്ങൾ ചിന്തിക്കണം, ഇതെല്ലാം കാട്ടിക്കൂട്ടിയ പരിപാടികളാണ്. പുറത്ത് ഇത്രയും കാട്ടിക്കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഇടയിൽ ഇതെല്ലാം വിളമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിന്? ഇപ്പം മരുമകൻ്റെ അവീത ചാറ്റ് വരെ പുറത്തുകൊണ്ട് വരികയാണ്. സൂപ്പർ, അടിപൊളി. ഇങ്ങനെ ആയിരിക്കണം കുടുംബം. എന്നാ ബോണ്ടായിരിക്കണം, ആ ബോണ്ട്. ഇത് ബോണ്ട് ആയിപ്പോയെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയ വീഡിയോ ആയിട്ടാണ്.